ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനെന്നുള്ളതേ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ പുറകിൽ കാണുന്നത് നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. സാധാരണ ഇത്തരം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഹൗസ് വാമിങ്ങിന് മുമ്പിലുള്ള ഈ ഒരു ക്ലീനിങ് പർപ്പസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ സൈറ്റ് നിങ്ങളുടെ ഈ കാണുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇത് നമ്മൾ എത്ര മാനുവലി ആളുകളെ വെച്ചിട്ട് ക്ലീൻ ചെയ്താലും ഇതൊരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. അവിടെയൊക്കെ ഇതിൻ്റെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കാണും. പല സ്ഥലങ്ങളിലും പല പ്രോബ്ലംസും ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നമ്മൾ എൻറ്റയർലി ലൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഓരോന്നും നമ്മുടെ കണ്ണിൽ പെടുന്നത്. സാധാരണ ഇത്തരം സിറ്റുവേഷനിലൊക്കെ ഞാൻ ചെയ്യുന്നത് ഇത്തരം പ്രൊഫഷണൽ ടീമുകളെ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ക്യാനാൻ ക്ലീൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള അഭിലാഷ് പ്രോയുടെ ഒരു ടീമാണ്, എൻറ്റയർ ടീമാണ് ഈ ബിൽഡിങ് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഇവരുടെ സർവീസ് നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് ഈ റേറ്റ് കാര്യങ്ങളെല്ലാം അഫോർഡബിൾ ആണോ എന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഇറ്റ്സ് മീ സുനീർ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടോ, നമ്മൾ ഫർണിച്ചർ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ സോഫയൊക്കെ നമ്മൾ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ കജേരിയയുടെ കർവിങ് സീരീസ് ടൈലാണ്, എപ്പോക്സി ഇട്ടിട്ടാണ് നമ്മൾ ഫുള്ള് വിരിച്ചിരിക്കുന്നത്. ടൈല് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് രുദ്ര എന്ന് പറയുന്ന ഒരു ടൈൽ പ്രൊട്ടക്ടറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തിക്നെസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സാധനമാണ്. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ ഏകദേശം സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു 90 എബോവ് വരുന്ന കർവിങ് സീരീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വില കൂടിയ ടൈലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മാറ്റ് ഫിനിഷാണ്, സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇത്തരം ടൈൽ പ്രൊട്ടക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവർ വിരിച്ചതിന് ശേഷം നമുക്ക് ജിപ്സം പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ നമുക്ക് കലക്കി വീഴ്ത്തി കഴിഞ്ഞാൽ പിന്നീട് അത് റിമൂവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കതൊരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നത്. നമ്മുടെ പല ഏരിയാസും ഇപ്പോൾ നമ്മൾ മാനുവലിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്കൊക്കെ കയറിയാൽ ഇതുപോലുള്ള വാർഡ്രോബ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ബെഡൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ക്ലീൻ ചെയ്യൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. പിന്നെ ഫുള്ള് നമ്മളൊരു വീട് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാന്നാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, എവറി ബിറ്റ് ഓഫ് സ്പേസ് നമ്മൾ ഫുള്ളായി ക്ലീൻ ചെയ്യും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഷെൽഫുകൾ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഏരിയകൾ അതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. മൊത്തം പിന്നെ പെസ്റ്റിന്റെ പരിപാടി ഉണ്ട്. പെറ്റ്സ് കൺട്രോൾ ശരിക്കും നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ തന്നെ. ശരിക്കും നമ്മളെപ്പോഴും സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിന് മുമ്പായിട്ട് പ്രത്യേകിച്ച് ഈ ഫ്ലോറിങ് ചെയ്യുന്ന അവരെ കൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യിക്കും. അവരിപ്പോൾ കുറേയൊക്കെ ചെയ്യും, പക്ഷേ ഇതിനകത്ത് കുറേ ഹിഡൻ ഏരിയാസ് ഉണ്ടാവും. പ്രത്യേകിച്ചും നമ്മുടെ ഈ കോവൊക്കെ വരുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ നമ്മുടെ ബെഡിന്റെ താഴെ, പ്രത്യേകിച്ച് നമ്മുടെ ഇതുപോലുള്ള സ്പേസ് കാര്യങ്ങൾ ഇതൊന്നും നമ്മുടെ കണ്ണിൽ പെടൂലേ അല്ലേ ശരിക്കും, നമ്മുടെ ടിവിയുടെ താഴേക്ക്. അപ്പൊ ഇതിങ്ങനെ തന്നെ കിടക്കും. ഇത് കുറേ നാൾ കഴിയുമ്പോഴാണ് വീണ്ടും നമ്മുടെ കണ്ണിൽ പെടുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ സോഫ സെറ്റീസ് ഈ കാര്യങ്ങളൊക്കെ, അപ്പൊ അതെല്ലാം നിങ്ങൾ ഫുള്ളി മെഷീനറി ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത്? ഫുള്ളി നമ്മൾ മെഷീനറി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് സോഫയൊക്കെ പൊടി നമ്മൾ ഫുള്ളായിട്ട് വാക്കം ചെയ്തെടുക്കും. അപ്പൊ തന്നെ ഈ ശ്വാസമുട്ടൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ നന്നായി വാക്കം ചെയ്തെടുക്കാൻ, കാരണം അവർക്ക് ബ്രീത്തിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ എല്ലാ സ്ഥലവും നന്നായി ക്ലീൻ ചെയ്യും. ഇപ്പോൾ കൈ എത്താൻ പറ്റും. അപ്പോൾ വീട്ടിൽ ആളുകൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഫാനിന്റെ മുകൾ ഭാഗം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇവിടെ സ്റ്റെയർ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റേ ടഫ് ആൻഡ് ഗ്ലാസ് SS ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഈ ഒരു ക്ലീനിങ്ങിനകത്ത് ഉൾപ്പെടുന്നതാണ്. ശരിക്കും കേരളത്തിൽ എല്ലായിടത്തും ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിലെത്തും, ഫുള്ളായി ചെയ്ത് കൊടുക്കും. നമുക്ക് ഇപ്പൊ ഈ ഒരു ബിൽഡിംഗ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3000 സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് നിലവിലുള്ളത്. ഇത് നമുക്ക് എത്ര ടൈം വേണ്ടി വരും ക്ലീൻ ചെയ്യാൻ? അതെന്ന് പറഞ്ഞാൽ ഈ വീടിനകത്ത് മെറ്റീരിയൽ സാധനങ്ങളൊക്കെ എന്തോരം ഉണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്ലീനിങ്ങിന്റെ ടൈം നോക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ട്, പക്ഷെ സാധനങ്ങൾ കുറവാണ്. അപ്പൊ നമ്മൾ ക്ലീനിങ്ങിന് സമയം വളരെ കുറവ് മതി. ഇപ്പൊ കണ്ടമാനം ഒരുപാട് സാധനങ്ങളുള്ള ഒരു വീടാണെങ്കിൽ നമുക്ക് കണ്ടമാനം സമയം വേണ്ടി വരും. അപ്പൊ നമ്മള് മാക്സിമം ഒരു കസ്റ്റമറിന് പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു 10 മണിയോ 11 മണിയോ അവർക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമ്മള് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ശരിക്കും എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് താമസമുള്ള വീടുകളിലാണ് അല്ലേ. ആളുകളുള്ള ഒരു വീട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് പ്രായമായ ആളുകൾ ഉണ്ടാവും. അപ്പോൾ പൊടിയൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ ശരിക്കും ഇത് പൊടിയൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക?
ഇവരെ നമ്മളിപ്പോൾ കസ്റ്റമറുള്ള വീടാണെങ്കിൽ അവർ നമ്മൾ ഇതിന് സേഫ് ആയിട്ട് ഏതൊരു റൂമിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യും. അപ്പം അവർക്ക് അതിനൊരു പ്രശ്നം വരുന്നില്ല. അപ്പം നമ്മൾ മൊത്തമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവരെ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അവർ കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് നിൽക്കുകയാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നുള്ളൂ. നമ്മൾ നോർമലി എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെഷീനറീസ് എന്ന് പറയുന്നത്? വാക്കൻ നമ്മൾ ക്ലീനിങ്ങിന് മെയിനായിട്ട് വേണ്ടത് വാക്കനാണ്. പിന്നെ ഫുള്ള് പൊടി വലിക്കാനാണ്. അതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് മെഷീനറി ആയിട്ട് വരുന്നത്. വാക്കൻ നമ്മൾ ഫുള്ളായിട്ട് എടുക്കും. പിന്നെ നമ്മൾ കുറച്ച് ഷാമ്പു കാര്യങ്ങളൊക്കെ ഉണ്ട്, മൾട്ടി ഒക്കെ ഉണ്ട്. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും തുടയ്ക്കാനും ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനാണ് നമുക്ക് ഷാമ്പു. അപ്പൊ നമ്മളിപ്പോ ഈ ജനാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുക ആദ്യം, അത് കഴിഞ്ഞിട്ട് ഇത് തുടയ്ക്കുള്ളൂ. അല്ലെങ്കിൽ അത് ഡസ്റ്റ് അവിടെ ഒരു ചെറിയ അംശങ്ങളും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഫുൾ സ്പ്രേ ചെയ്ത് തുടയ്ക്കും. ഇതായാലും അങ്ങനെ എല്ലാം നമ്മൾ വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യും. അത് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കസ്റ്റമറോട് ചോദിക്കും സാറ്റിസ്ഫൈഡ് ആണോ. അവർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുള്ളൂ. നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മാസ്റ്റർ ബെഡ്റൂമാണ്. ശരിക്കും നമ്മളിവിടെ ഹെഡ് റെസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഭിലാഷ് ബ്രോ, നമുക്ക് ഇതൊരു റൂമാണെങ്കിൽ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? ഓക്കെ, ഇപ്പൊ ഇവിടെ ഇപ്പൊ ഫാൻ ഇല്ലാത്തതുകൊണ്ട്, അല്ല ഫാൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഫാൻ തൊട്ട് തുടങ്ങും. കാരണം പൊടി അവിടെ നിന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇത് തുടച്ചതിന് ശേഷം ഫാൻ തുടച്ചാൽ പൊടി അകത്ത് വീണ് ഫുൾ സ്പ്രെഡ് ആവും. അപ്പൊ നമ്മൾ മോളിൽ നിന്നുള്ള സാധനങ്ങൾ ആദ്യം തുടച്ച് അടിയിലേക്ക് വരും. അപ്പൊ ഫുൾ ഡസ്റ്റ് അടിയിലേക്ക് മൊത്തമായിട്ട് വീണതിന് ശേഷം നമ്മൾ ഈ ഫ്ലോർ മൊത്തം മോപ്പ് ചെയ്യും. വെള്ളം ഉപയോഗിച്ച് മോപ്പ് ചെയ്തിടും. വാക്വം ക്ലീനർ ഉണ്ട്. ഇത് വെറ്റ് ആൻഡ് ഡ്രൈ ആണ് അല്ലേ? ഓക്കെ. പിന്നെ ഇത് ഈ പറഞ്ഞതെല്ലാം ഇതെല്ലാം വാക്വം ക്ലീനർ ഉപയോഗിച്ച് ഇതൊക്കെ നമ്മൾ വാക്വം ചെയ്യുന്നത് നന്നായി എടുക്കും. പിന്നെയുള്ള പൊടിയൊക്കെ ഒരു അംശം പോലെ ഉണ്ടാവില്ല. ഫുള്ളായിട്ട് നമ്മൾ വാക്വം ചെയ്യുന്ന കാരണം പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ റൂമിന്റെ ഒരു ഫൈനൽ വിഷ്വൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ടോയ്ലറ്റിന്റെ ഇതൊരു ഡ്രസ്സിങ് ഏരിയ ആണ്. ടോയ്ലറ്റ് അത്യാവശ്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊടിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പം ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കും ഇതൊക്കെ അല്ലെ. പ്രത്യേകിച്ചും ആ ടൈൽ എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ലൈറ്റ് കളറാണ്. ഈ ഒരു സാധനം നമുക്ക് അഫോർഡബിൾ ആണോ? ഇപ്പൊ നോർമലി ഒക്കെ നമ്മളിപ്പോ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ വെച്ചിട്ട് നമ്മളിത് ചെയ്ത് അവർ ജസ്റ്റ് ഹിഡൻ ഏരിയാസ് ഒന്നും ചെയ്യലില്ല. അവരിതങ്ങനെ ചെയ്ത് പോലാണ്. അവര് വെറുതെ ക്ലീൻ ചെയ്ത് ജസ്റ്റ് പോകുള്ളൂ. നമ്മള് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചു. അപ്പോ ഒരു ചേച്ചിയാണ് വരുന്നതെന്ന് വിചാരിക്കും. അവര് ജസ്റ്റ് ഇതൊക്കെ മോപ്പ് ചെയ്ത് പോകുള്ളൂ. അല്ലാതെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിന്റെ ഈ സൈഡ് ഏരിയ ഇതൊക്കെ ഒരു വേറെ ആൾക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയകളാണ്. അതൊക്കെ നമ്മൾ ഫുള്ളായി ക്ലീൻ ചെയ്യും. അതൊക്കെയാണ് അതിന്റെ ഗുണം എന്ന് പറയുന്നത്. ശരി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിലവിൽ നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇത് ഇപ്പോൾ നമ്മളിത് എപ്പോഴും നമ്മൾ സ്ക്വയർ ഫീറ്റ് ആണല്ലോ, നമ്മുടെ പ്ലിന്ത് ഏരിയ ആണ് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റൊക്കെ നമുക്ക് എത്ര രൂപയാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരിക? സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു 4 തൊട്ട് 9 വരെയാണ് നമ്മൾ മേടിക്കുന്നത് സ്ക്വയർ ഫീറ്റ്. നമ്മുടെ ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ കണ്ടമാനം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ 4 to 9 വരെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനകത്ത് വേറൊരു പണി ഉണ്ടാവില്ലല്ലേ? ഇല്ല, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വീട് വളരെ നീറ്റ് ആയിരിക്കും, അതിലൊരു സംശയമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആവുന്ന സമയത്ത് നമുക്കൊന്ന് കാണാം. ആൽവിൻ ബ്രോ, നമ്മുടെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം അല്ലേ? അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനായിട്ടില്ല. അത്യാവശ്യം വളരെ നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണ് ചെന്നെത്താത്ത ആ ഭാഗം പോലും ഒരു പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. നമ്മൾ ഓൾറെഡി പിന്നെ ക്ലീൻ ആൻഡ് നീറ്റിൻ്റെ ഒരു പെറ്റ്സ് കൺട്രോളിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവർ ക്ലീനിങ് മാത്രമല്ല പെറ്റ്സ് കൺട്രോളും മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യക്കാർക്ക് എവിടെ നിന്നാണെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.